അപ്പോൾ വള്ളിക്കിഴങ്ങൊന്ന് പറിച്ച് നോക്കാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതേപോലെ കുട്ടി കുട്ടി കിഴങ്ങുകൾ എത്ര കിട്ടും. പിന്നെ ചാക്കിൽ ചേമ്പ് പറിക്കേണ്ട ടൈം കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ ചേമ്പ് പറിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇതാ കൂവക്കിഴങ്ങുകളും ഉണ്ട് അതിൻ്റെ കൂടെ, വലിയ ചേമ്പ്. അപ്പോൾ അതിനൊന്ന് പറിച്ച് നോക്കാച്ചിട്ട. അപ്പോൾ ചാക്കിലാണ് പറഞ്ഞ കാര്യമുള്ളൂ. ചാക്ക് കീറാതെ എടുക്കാൻ പറ്റിയോ നോക്കുക, അത് അനങ്ങണില്ല. അപ്പോൾ ഒരു സൈഡ് കീറി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ കടിയുറുമ്പോഴും ഉണ്ട് അതിൻ്റെ അടിയിൽ. അപ്പോൾ നമുക്ക് ചാക്കിലെ ചേമ്പൊന്ന് പറിച്ച് നോക്കാം. പറിക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു, രണ്ടാമത് മുളയ്ക്കാറായി. അപ്പോൾ അതിൻ്റെ കൂടെ കൂവക്കിഴങ്ങുണ്ട്. 2-3 മൂട് കൂവ അതിലുണ്ടായിരുന്നു ചാക്കിൽ. അപ്പോൾ അതിനെയും കൂടി നമുക്ക് പറിക്കാം. കൂവക്കിഴങ്ങും ആവും. പൊടിക്കാൻ മാത്രമില്ല, 2-3 മൂട് കൂടി പറിക്കാനുണ്ട്. അത് പറിച്ചാൽ കിട്ടുമെന്ന് നോക്കണം. ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട് കുറച്ച് പറിക്കാൻ. ഒരു കിഴങ്ങ് ഇതിപ്പോൾ മുളയ്ക്കാറായിരുന്നു. ഇപ്പോൾ രണ്ടാമത് വേറെ ചാക്കിൽ നടും. ഇതേപോലെ ഒരു കിഴങ്ങ് വെച്ച് കൊടുത്താൽ ഇതേപോലെ നിങ്ങൾക്ക് ഒരു മുറം ചേമ്പ് പറിക്കാം. ഇതുപോലെ ഒരു കിഴങ്ങ് നട്ടതാണ് ഞാൻ. ഒരു ചാക്ക് എടുത്തിട്ട് കുറച്ച് ചകിരിയോ ചപ്പോ പിന്നെ കുട്ടികളുടെ വലിയവരുടെ പഴയ ഡ്രസ്സോ ഒക്കെ ചാക്കിൻ്റെ അടിയിൽ അങ്ങോട്ട് ഇടുക. എന്നിട്ട് കുറച്ച് മണ്ണിടുക. ചാണകപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത്. കുറച്ച് ചപ്പലി എല്ലാം വാരിയിട്ടിട്ട് കുറച്ച് മണ്ണിട്ടാൽ ഇതേപോലെ കിഴങ്ങ് പറിക്കാം. ഉണ്ടോ, ഒരു മുറം കിഴങ്ങായി. ഇതിപ്പോൾ കുറേ പറമ്പുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. ഇവിടെ വീടുണ്ട്. ഇത്ര സ്ഥലത്ത് ഇത്രയൊക്കെ സ്ഥലമേ ഉള്ളൂ. ഇതിലിതാ ചേനയുണ്ട്, കപ്പുണ്ട്, എല്ലാം ചാക്കാന്ന് മാത്രമേ ഉള്ളൂ. ചേനയുണ്ട്. ഇതാ എന്നേക്കാൾ ഉയരത്തിലെ ചാക്കിൽ അവിടെ ഒരു ചേന ഉണ്ടായിട്ടുണ്ട്. പന്തൽ വരേക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ തല പന്തലുമ്പലാണ് തല. അത് മുന്തിരിയുടെ പന്തല. അപ്പോൾ ചാക്കുന്ന് ചേന അങ്ങനെ വളർന്ന് പന്തൽ വരെ പോയിട്ടുണ്ട്. ഇതൊരു നെല്ലിമരാണ്. രണ്ടര വർഷമായതേ ഉള്ളൂ നെല്ലി. ചേന മുഴുവനും പടന്ന് പന്തലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കായായിട്ടില്ല. ചേന ഇവിടെയുണ്ട്. ചാക്കിലൊക്കെ ചേനയാണ്.
അവിടെ ഒരു ചാക്കിലുണ്ട്. വഴുതന പോട്ടലാണ്. അപ്പോൾ നമ്മുടെ ചേമ്പ് പറി അങ്ങനെ കഴിഞ്ഞു. ഇതിനെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒരു മൂട്, ചേമ്പിൻ്റെ മൂടാണ്. ഇതിനെ കറി വയ്ക്കേണ്ട ആവശ്യമില്ല. ഇതുണ്ട്, ഇതിനൊക്കെ വേര് പൊട്ടി വരും. അപ്പോൾ ഇതിനൊക്കെ കിഴങ്ങ് വരും. അപ്പോൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് വേറെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെയും ചാക്കിൽ നടും. അപ്പോൾ ഇന്ന് നമുക്ക് കിഴങ്ങ് പറിക്കാം, ചേമ്പും തണ്ട് കറി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ചേമ്പ് പറി കഴിഞ്ഞു. ഇതൊക്കെ ഒരു മൂട് ചേമ്പെന്ന് കിട്ടിയതാണ്. കുറച്ച് കൂവക്കിഴങ്ങും കിട്ടി. കുറച്ചും കൂടി കൂവ പറിക്കാണ്ട്, അതും കൂടി പറിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ച് പൊടിയെടുക്കാം. ഇപ്പോൾ ഇതിൽ വിത്തിനായിട്ട് എടുത്ത് വയ്ക്കും. ചിലതൊക്കെ അതൊക്കെ മുളകാൻ തുടങ്ങി, ഇതൊക്കെ മുളയ്ക്കാറായിട്ടുണ്ട്. ഇതിനൊക്കെ വെച്ചാൽ ഇതെല്ലാം കിഴങ്ങായിട്ട് നമുക്ക് കിട്ടും. ചാക്കിൽ നടാം. ഇതിപ്പോൾ പറിക്കേണ്ട ടൈം കഴിയുകൊണ്ടാണ് എല്ലാം മുള വന്നിരിക്കുന്നത്.